എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. റോബ് ഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സുസുക്കിയുടെ ഏറ്റവും പുതിയ ആക്സസ് 125 ആണ്. ഇത് കുറച്ചേ കുടിക്കൂ എന്നുള്ള പരസ്യമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. മൈലേജിൻ്റെ കാര്യത്തിൽ ഏറ്റവും ടോപ്പറായിട്ട് നിൽക്കുന്നൊരു വണ്ടിയാണ്. ഒരു പെർഫോമൻസ് ഫാമിലി സ്കൂട്ടറായിട്ടാണ് സുസുക്കി ആക്സസ് 125 വന്നിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 2007 ആദ്യമായിട്ട് ഈ വാഹനം വരുന്നത്. ഇതുവരെ 6 മില്യൺ യൂണിറ്റ്സോളം ഇന്ത്യയിൽ വിൽക്കാനായിട്ട് സാധിച്ചു. നമുക്കറിയാം ഈ ഒരു സെഗ്മെൻറ്റ് അടക്കി ഭരിക്കുന്നതൊക്കെ ഹോണ്ട ആക്റ്റീവ് പോലുള്ള വാഹനങ്ങളാണെങ്കിൽ ഇതിൻ്റെ സെയിൽസിലും ഒട്ടും പിന്നിൽ മോശമല്ല. പ്രത്യേകിച്ച് 125 സെഗ്മെൻറ്റിൽ ഏറ്റവും ടോപ്പറായിട്ട് നിൽക്കുന്ന ഇന്ത്യയിലെ ഒരു വെഹിക്കിളാണ്. അപ്പോൾ ഏറ്റവും പുതിയ ഈ ഒരു സുസുക്കി ആക്സസ് 125 വരുമ്പോൾ ഇത് 3ാം തലമുറയാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം എഗെയിൻ വെൽക്കം ടു റോബ് മൈ ഷോ. ഏറ്റവും പുതിയ സുസുക്കി ആക്സസ് 125 വന്നപ്പം പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ശരിക്കും പറഞ്ഞാൽ രൂപത്തിലും അതുപോലെ പെർഫോമൻസിലും വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും വാഹനം പുതിയൊരു ഫ്രെയിമിലായിട്ടാണ് വന്നിരിക്കുന്നത്. എഞ്ചിനകത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് എഞ്ചിൻ്റെ ട്യൂണിങ്ങിനകത്ത് കുറേ ഡിഫറൻസുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എഞ്ചിൻ്റെ ക്രാം ഷാഫ്റ്റും അതുപോലെ ഗാങ് ഷാഫ്റ്റിലൊക്കെ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. അതുപോലെ ടോർക്ക് കുറച്ചുകൂടെ ഈ വാഹനത്തിന് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. 8.5 HP ആണ് വാഹനത്തിൻ്റെ പവർ എന്ന് പറയുന്നത്. 6500 RPM നമുക്ക് കിട്ടും. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിനകത്ത് ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ടോർക്കാണ്. 10.2 Nm ആണ് ടോർക്ക് വരുന്നത്. പ്രധാനമായിട്ടും നമുക്ക് 30 കിലോമീറ്ററിന് 60 കിലോമീറ്ററിന് ഇടയ്ക്കാണ് നമുക്ക് ആ ടോർക്ക് ഫിഗേഴ്സ് നല്ലതായിട്ട് ഫീൽ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. അതായത് നമ്മളൊരു സിറ്റി റൈഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ടോർക്ക് ഫിഗേഴ്സ് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പെർഫോമൻസ് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ഉള്ളൊരു വാഹനമാണ്. നമ്മളിത് പറയുന്നതല്ല, കാരണം നമ്മൾ ഈ പറയുന്നതിൽ പല റിവ്യൂസ് വായിക്കുമ്പോഴും പല ആൾക്കാരോട് സംസാരിക്കുമ്പോഴും മനസ്സിലാകുന്നത് ഹില്ലി ഏരിയാസിൽ അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള ഈ പറയുന്ന നമ്മുടെ ഒരു മലബാർ മേഖലയിലുള്ള ആൾക്കാരൊക്കെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നൊരു വാഹനമാണ് സുസുക്കിയുടെ ആക്സസ് 125 എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കയറ്റവും വലിച്ചുകൊണ്ട് പോകും എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. 3 വേരിയൻറ്റുകളിലാണ് നമ്മൾ ഈ വാഹനം നമുക്ക് ലഭിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എന്നുള്ള ഏറ്റവും ബേസ് വേരിയൻ്റ് ആണ്, പിന്നെ സ്പെഷ്യൽ, പിന്നെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന റൈഡ് കണക്റ്റ്. അങ്ങനെ 3 വേരിയൻസിനാണ്. ഇപ്പോൾ കളറിൻ്റെ വ്യത്യാസമാണെങ്കിലും ഫീച്ചേഴ്സിൻ്റെ വ്യത്യാസമാണെങ്കിലും ഉണ്ട്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റിലെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. പ്രധാനമായിട്ടും നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡിസൈൻ ഒന്ന് നോക്കാം. ഡിസൈൻ നോക്കുന്ന സമയത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് തന്നെയാണ്. നമുക്ക് ആ വാഹനത്തിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ഒറ്റ കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുള്ളതാണ്. അത്ര നീറ്ററായിട്ടുള്ള പാനൽ ഗ്യാപ്പുകളൊന്നും ഇല്ലാത്ത രീതിയിൽ വളരെ ഫിറ്റ് ആൻഡ് ഫിനിഷിലൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു എക്സ്റ്റീരിയർ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് കളേഴ്സ് ആണെങ്കിലും നമുക്ക് ഈ റെഡ് കണക്ട് എന്ന് പറയുന്നതിനകത്ത് നമുക്കൊരു 5ഓളം കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ബ്ലൂ പ്ലസ് ഗ്രീൻ എന്ന് വെച്ചാൽ ഒരു അക്വ കളറിലാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഹെഡ് ലാംപ്സ് നമുക്ക് കാണാം. അതിനകത്ത് നമുക്ക് തന്നെ ഒരു ക്രോമിത്തിൻ്റെ ഒരു ഗാർണിഷ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. തൊട്ട് താഴെയായിട്ട് നമുക്ക് വരുന്ന ഈ ഹെഡ് ലാംപ്സിനകത്ത് LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെഡ് ലാംപ്സ് തന്നെയാണ്. തൊട്ട് താഴെയായിട്ട് വരുമ്പോൾ ഒരു DRL ലാംപ്സ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നതാണ്. വളരെ ചെറുതാണെങ്കിലും ആ ഒരു വാഹനത്തിൻ്റെ ഒരു മാറ്റ് കൂട്ടാനായിട്ട് ആ ഒരു ഡിസൈന് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. സുസുക്കിയുടെ ലോഗോ ഉണ്ട്. അതുപോലെ തന്നെ രണ്ട് വശത്തായിട്ട് നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് LED-യിലേക്കൊന്നും പോയിട്ടില്ല. സാധാരണ നമ്മുടെ പഴയ രീതിയിലുള്ള ഹാലജൻ ബൾബ്സിലേക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പറയുന്നത്. അതുപോലെ നമുക്കിവിടെ മെറ്റലായിട്ട് വരുന്ന ഒരു മഡ് ഗാർഡുകളും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. സൈഡിൽ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ഒരു റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ സൈഡിൽ നിന്നുള്ള ഒരു രാത്രിയൊക്കെ പാർക്ക് ചെയ്യുന്ന സമയത്തും ആ റിഫ്ലക്ടറിൽ നിന്നുള്ള ലൈറ്റുകൾ കാരണം വണ്ടിയുടെ പൊസിഷനിങ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാണ്ട് നമുക്ക് സാധിക്കും. ടെലസ്കോപ്പിക്കായിട്ട് വരുന്ന സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ സ്വിംഗാമാണ് വരുന്നത്. അതുപോലെ നമുക്ക് 12 ഇഞ്ച് പ്രൊഫൈൽ വരുന്ന ടയേഴ്സ്, ട്യൂബ്ലെസ് ടയേഴ്സാണ് ഫ്രണ്ടിലേക്ക് വരുന്നത്. അതുപോലെ ഡിസ്ക് ബ്രേക്കുകൾ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു അലുമിനിയം ഫിനിഷിലുള്ള ഒരു അലോയി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇതാണ് മുമ്പിൽ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്. മുമ്പിൽ നിന്നൊക്കെ കാഴ്ച തന്നെ വളരെ ക്യൂട്ട് ആൻഡ് എലഗൻ്റ് ആയിട്ട് വരുന്നൊരു വെഹിക്കിളാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഈ ഒരു മിറേഴ്സാണ്. മിറേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്തും ഒരു സിൽവർ ഫിനിഷിൽ വന്നിരിക്കുന്ന മിറേഴ്സാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഭംഗിക്ക്. പ്രത്യേകിച്ച് ഏറ്റവും ടോപ്പ് വേരിയൻറ്റിൽ വരുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. സാധാരണ ബേസ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ നോർമലായിട്ട് വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ മിറേഴ്സാണ് വരുന്നത്. പക്ഷേ ഇതിനകത്ത് ആ ഒരു സ്റ്റീൽ ഫിനിഷ് വന്നപ്പോൾ കുറച്ചും കൂടെ ഒരു പ്രീമിയം ലുക്ക് ഈ വാഹനത്തിന് കൊടുക്കാണ്ട് സാധിച്ചെന്നുള്ളതാണ്. ഇങ്ങനെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹാൻഡിലിനകത്ത് നമുക്കിവിടെ ലോക്ക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെ ഒരു ലോക്ക് സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ഈ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലോക്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിൽ നിന്നുള്ള ലുക്ക് എന്ന് പറയുന്നത്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ച് ഫീച്ചേഴ്സൊക്കെ പ്രധാനമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ നമുക്ക് 2 പോക്കറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഒരു പോക്കറ്റ് ഉണ്ടായിരുന്നു, 2 പോക്കറ്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ പുതുതായിട്ട് വന്നിരിക്കുന്ന പറഞ്ഞാൽ 2 ആംപിയറിൻ്റെ ഒരു USB ചാർജിങ് പോയിൻറ്റ് വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഫോണൊക്കെ വെച്ച് ചാർജ് ചെയ്യാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും.
അതുപോലെ നമുക്ക് എന്തെങ്കിലും കവറൊക്കെ തൂക്കിയിടാനായിട്ടുള്ള ഒരു ഏരിയ ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ നമുക്ക് സാധിക്കും. പിന്നെ ഈ ഒരു വാഹനത്തിലേക്ക് ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു ഫുള്ളി ഡിജിറ്റലായിട്ട് വരുന്ന ഒരു ക്ലസ്റ്ററാണ് വന്നിരിക്കുന്നത്. നമുക്ക് ബ്ലൂടൂത്തിനെ കണക്ടിവിറ്റി ഉണ്ട്, കുറേയധികം ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് യൂട്ടിലിറ്റി ആയിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടത് നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് കലണ്ടർ പോലുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യേണ്ടി പറ്റും. അതുപോലെ ടെമ്പറേച്ചർ, നമ്മുടെ വെതർ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ലാസ്റ്റ് പാർക്ക്ഡ് ആയിട്ടുള്ള ലൊക്കേഷൻ, ഇതൊക്കെ നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിനകത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ നമ്മുടെ സ്പീഡ് ഓഡോമീറ്ററുകളെല്ലാം നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടെ വളരെ ഭംഗിയായിട്ടാണ് ഇതിനകത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഹസാർഡും അതുപോലെ തന്നെ ഒരു പാസിൻ്റെ സ്വിച്ച് അഡീഷണലി ഇവിടെ വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ വാഹനത്തിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഈ വശത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ ഹോണും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് വന്നിരിക്കുന്നത്. സുസുക്കി ആക്സസ് 125ലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്നെന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ഒരു ഓണാക്കുന്ന സമയത്ത് സൗണ്ടാണ്. അത് അത്യാവശ്യം ഭയങ്കര കലവില സൗണ്ടാണ് എന്നുള്ളൊരു പൊതുവേ ഒരു അഭിപ്രായമുണ്ട്. അപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. വൺ ബ്രേക്ക് ക്ലച്ച് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനം കുറച്ചുകൂടെ ക്വയറ്ററായിട്ടാണ് സ്റ്റാർട്ടാകുന്നത്. നമ്മൾ ഈ വാഹനത്തിൻ്റെ സീറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, അത്യാവശ്യം വലിയ സീറ്റ്സാണ്, അത്യാവശ്യം നല്ല വീതിയുണ്ട്. 770 മില്ലിമീറ്ററാണ് സീറ്റിൻ്റെ ഹൈറ്റിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. മൊത്തം വാഹനത്തിനാണെന്നുണ്ടെങ്കിൽ 105 കിലോയേ ഉള്ളൂ. അപ്പോൾ ഈസിലി നമുക്ക് ഈ വാഹനം നമുക്ക് സ്റ്റാൻഡിലൊക്കെ എടുത്ത് വെക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുകളില്ലെന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു ഏരിയയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഏരിയ അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു പ്ലാറ്റ്ഫോം ഏരിയയാണ്. കുറച്ചധികം സ്പേസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ലെഗ് സ്പേസ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ മാറ്റ് ഇട്ടില്ലെങ്കിൽ അത്യാവശ്യം ഗ്രിപ്പി ആയിട്ടുള്ളൊരു ഏരിയയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ ഒരു വശത്തേക്കാണ് ആക്സസ് എന്ന് പറയുന്ന ഒരു എംബഡഡ് ആയിട്ട് വരുന്ന റൈറ്റിംഗ് നമുക്ക് കാണാം. അതുപോലെ നമുക്ക് ഭയങ്കര സ്റ്റീൽ ഫിനിഷിനുള്ള അല്ലെങ്കിൽ ഒരു അലുമിനിയം ഫിനിഷിലുള്ള ഒരു ഫുഡ് പാക്കിംഗ് കൂടെ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇതൊക്കെയാണ് സൈഡിലുള്ള കാഴ്ച എന്ന് പറയുന്നത്. നമുക്കിനിയിപ്പോൾ സീറ്റ് ഒന്ന് ഉയർത്തിയിട്ട് എൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് നോക്കാം. സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ ഒരു സീറ്റ് ഓപ്പൺ ആക്കുന്നത് നമ്മുടെ സാധാരണ എല്ലാ വാഹനങ്ങളുള്ള പോലെ തന്നെ ഫ്രണ്ടിൽ ലോക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് തിരിച്ച് തന്നെയാണ് തുറക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ഫുൾ ഫേസിനുള്ള സ്പേസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഒരു ഹാഫ് ഫേസ് ഈസി ആയിട്ടിരിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൂടാതെ കുറച്ചധികം സ്റ്റോറേജ് ഏരിയയും കൂടെ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ നമുക്കിവിടെ OBD2ൻ്റെ കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാഹനത്തിൻ്റെ നമുക്ക് കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്ത് ഡയഗ്നൈസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതുവഴി നമുക്ക് ചെയ്യാണ്ട് പറ്റുമെന്നുള്ളതാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഫ്യൂൽ ലീഡാണ്. നേരത്തെ നമുക്ക് ഒരു സീറ്റിനകത്തായിരുന്നു ഫ്യൂൽ ലീഡ് വന്നുകൊണ്ടിരുന്നത്. അതിപ്പം പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് കുറേയധികം സൗകര്യമായിട്ടുണ്ട്. അത് നമുക്ക് ഇവിടുന്ന് നമുക്ക് ഓപ്പൺ ആക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഇവിടെ ഒരു കവറിനകത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്യൂൽ ലീഡ് കാണാനായിട്ട് പറ്റും. 5.6 ലിറ്റേഴ്സിൻ്റെ ഫ്യൂലാണ് വന്നിരിക്കുന്നത്. അപ്പം അത് ഇങ്ങനെ വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സൗകര്യപ്രദമായിട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുറകിൽ നിന്നുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു വശത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ലൈറ്റ് അതുപോലെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് പുറകിൽ നിന്ന് വരുന്നത്. പുറകിലിനകത്താണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ലുക്കിൽ തന്നെയാണ് വാഹനം വന്നിരിക്കുന്നത്. റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എക്സോസ് പൈപ്പ് നമുക്ക് കാണാം. അതിന് നമുക്കൊരു സ്റ്റീലിൻ്റെ ഒരു കവറിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഹീറ്റിൻ്റെ നമ്മുടെ കാലിലൊക്കെ ചൂട് തട്ടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഷീൽഡാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആ ഒരു വാഹനത്തിൻ്റെ കളറും ആ ഷീൽഡിൻ്റെ കളറും ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ലുക്കുകൾ വളരെ ഗംഭീരമായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ സുസുക്കി എക്കോ പെർഫോമൻസ് എന്ന് പറയുന്ന സ്റ്റിക്കർ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു വാഹനത്തിൻ്റെ ഒരു മൈലേജ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും പുതിയൊരു എഞ്ചിനൊക്കെ വന്നപ്പം കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്കറിയേണ്ടത് നമുക്ക് സാധിക്കുന്നത്. പ്രധാനമായിട്ടും ഇതിൽ ടോർക്ക് ഫിഗേഴ്സ് അത്രയും കൂടുന്നതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റി ട്രാഫിക്കിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് വാഹനം നമുക്ക് ഓടിക്കേണ്ടി പറ്റും. 125 cc ആണ് വരുന്നത്. നമുക്കിതിനകത്തൊരു 1 സിലിണ്ടറാണ് 4 സ്ട്രോക്ക് ആയിട്ട് വരുന്ന എഞ്ചിനാണ് വരുന്നത്. എയർ കൂൾഡ് ആയിട്ട് വരുന്ന എഞ്ചിനാണ്. അപ്പം 8.5 HP ആണ് പവർ വരുന്നത്. 10.25 Nm ടോർക്ക്. നമുക്കത് 5000 RPM നമുക്ക് വാഹനം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വാഹനത്തിന് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. നമുക്ക് ആക്ച്വലി ഈ വാഹനം നമുക്ക് 3 വേരിയൻസിലാണ് അവൈലബിൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വിലയിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ 87,000 രൂപ മുതലാണ് എക്സ്ഷോറൂം പ്രൈസ് ഏറ്റവും ബേസ് വേരിയൻറ്റിൽ വരുന്നത്. ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് 99,000 രൂപയൊക്കെയാണ് വാഹനത്തിൻ്റെ ഒരു എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു വാഹനം ഓടിച്ച വാഹനത്തിൻ്റെ ഈ ഒരു റൈഡിങ് കംഫർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ റൈഡ് റിവ്യൂയിലേക്ക് പോവുകയാണ്. അപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന എഞ്ചിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നൊക്കെ നമ്മൾ നോക്കാൻ പോവുകയാണ്. പ്രധാനമായിട്ട് ഈ വാഹനത്തിൻ്റെ ഒരു റൈഡിങ് കംഫർട്ടാണ് കേട്ടോ. അതിൻ്റെ സീറ്റിംഗ് ഒരു പൊസിഷൻ ആണെങ്കിൽ അത്യാവശ്യം വീതിയുള്ള സീറ്റുകളായതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഇരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഹാൻഡിൽ ബാറൊക്കെ ആണെങ്കിലും വളരെ കംഫർട്ടബിൾ പൊസിഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഈ എഞ്ചിൻ്റെ അകത്ത് നമുക്ക് ഒരു ടോർക്ക് ഫിഗേഴ്സ് കുറച്ചുകൂടെ കൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. 124 cc ആണ് വരുന്നത്. 8.5 HP 10.2 Nm ടോർക്കാണ് വരുന്നത്. അപ്പോൾ 30 to 60 km സ്പീഡിൽ മാക്സിമം ടോർക്ക് കിട്ടത്തക്ക രീതിയിലാണ് ഇത് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൈ കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടോർക്ക് നമുക്ക് നല്ല രീതിയിൽ അറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. വണ്ടി വളരെ ഫാസ്റ്ററായിട്ട് തന്നെ സ്പീഡ് അറ്റൈൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം വളരെ സുഖകരമായിട്ടുള്ള ഒരു സിറ്റി റൈഡ് നമുക്ക് കിട്ടും. നമുക്കൊന്ന് ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഓവർടേക്ക് ചെയ്യാണ്ട് നമുക്ക് സാധിക്കുന്നുള്ളതാണ്.
പിന്നെ ഇതിനകത്ത് ഏറ്റവും പുതിയ CVT ടെക്നോളജിയാണ് വാഹനത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പുതിയ CVT ആയിരിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്മൂത്തറായിട്ടുള്ള ഒരു റൈഡ് ക്വാളിറ്റിയാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഈ പറയുന്ന പോലെ ഒരു വലിയ ലാഗൊന്നും ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ക്വിക്കറായിട്ട് തന്നെ നമുക്ക് ഒരു ആക്സിലറേഷൻ നമുക്ക് കയ്യിലുകളിൽ നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സസ്പെൻഷനാണ്. നമ്മളിപ്പോൾ പലവിധ റോഡുകൾ കൂടെയൊക്കെ ഓടിച്ച് നോക്കിയ സസ്പെൻഷൻ ആണെന്ന് പറഞ്ഞാലും സ്മൂത്തറായിട്ടുള്ള ഒരു സസ്പെൻഷനായിട്ട് തന്നെയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ സീറ്റുകൾ കുറച്ച് സ്റ്റിഫാണ്, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഒത്തിരി സ്പോഞ്ച് ആയാലും ഇരിക്കാനായിട്ട് നമുക്കൊരു സുഖം ഉണ്ടാകത്തില്ല. അപ്പം ദീർഘദൂര യാത്രയ്ക്ക് എപ്പോഴും നടുവേദനയൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് എപ്പോഴും നല്ലത് സ്റ്റിഫറായിട്ട് വരുന്ന സീറ്റുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് എപ്പോഴും ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു ഒരു കാര്യമാണ്. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞാൽ ഇത് കുറച്ചേ കുടിക്കുകയുള്ളൂ എന്നൊരു പരസ്യം നമുക്ക് വളരെയധികം ശ്രദ്ധയിൽപ്പെട്ട ഒരു പരസ്യമാണ്. ഈ വാഹനത്തിന് അത്യാവശ്യം നല്ല മൈലേജാണ് നമുക്ക് ലഭിക്കുന്നത്. കമ്പനി 54 മുതൽ 58 കിലോമീറ്റർ വരെയാണ് മൈലേജ് പറയുന്നത്. എന്നാൽ 60-ലധികം കിലോമീറ്റേഴ്സ് മൈലേജ് ലഭിക്കുന്ന ആൾക്കാരും ഉണ്ടെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പിന്നെ സുസുക്കിയുടെ ഒരു സർവീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, എപ്പോഴും പോക്കറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. ഒരുപാട് പൈസയൊന്നും ആകത്തില്ല, അതുകൊണ്ട് സ്പെയറിൻ്റെ ലഭ്യതയൊന്നും വലിയൊരു കുഴപ്പമുണ്ടാകത്തില്ല. ഈസിലി സർവീസബിളാണ്, നമുക്ക് പോക്കറ്റ് കീറാതെ തന്നെ വാഹനം കൊണ്ടു നടക്കാണ്ട് നമുക്ക് പറ്റും. പിന്നെ അത്രയും ആക്സസ് പോയിൻറ്റുകളുണ്ട്, എല്ലായിടത്തും നമുക്ക് സർവീസ് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ സുസുക്കി നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് ഈ 3 വേരിയൻറ്റിലാണ് നമുക്ക് വാഹനം ലഭിക്കുന്നത്. ബേസ് വേരിയൻറ്റ് 87,000 രൂപയാണ് എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത്. നമുക്കിനിയിപ്പം ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തിന് 99,000 രൂപയാണ് എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത്. നമുക്ക് 5 കളേഴ്സിലോളം നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്കിന്ന് ഈ വാഹനം റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന ഇൻഡസ് സുസുക്കിയാണ്. നാലാഞ്ചിറയാണ് അവരുടെ ഷോറൂം ഉള്ളത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഡസ് സുസുക്കി നാലാഞ്ചിറയെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അവരുടെ നമ്പേഴ്സ് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പം നിലവിൽ സുസുക്കി ആക്സസ് 125 ഉപയോഗിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ ഫീഡ്ബാക്സ് ഒന്ന് നിലവിലൊന്ന് പറയണം. എന്താണ് ഈ ഒരു വാഹനം ഓടിച്ചിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക്, യാത്രാസുഖമുണ്ടോ, മൈലേജ് അത്യാവശ്യം ലഭിക്കുന്നുണ്ടോ, വാഹനത്തിൻ്റെ സർവീസ് ഈസിയാണോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാം. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഫ്രം റോബ് മൈ ഷോ.